പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവം തരുന്ന ഒരു വാഗ്ദാനമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന 3 കാര്യങ്ങളുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 8-ാം വാക്യത്തിലാണ് നാം ഈ ദൈവിക വാഗ്ദാനങ്ങളുടെ 3 കാര്യങ്ങൾ നാം തിരിച്ചറിയുന്നത്. വചനപ്രകാരം വായിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. ഓർക്ക പ്രിയമുള്ളവരെ, 3 കാര്യം. 1, കഴുത്തിലെ നുകം തകർക്കും. എല്ലാ നുകങ്ങളും ഒടിച്ചു കളയും. ഏതെല്ലാം തരത്തിൽ ബന്ധനത്തിൻ്റെ കെട്ടുകളുണ്ടോ അതെല്ലാം പൊട്ടിക്കും. ഇനി ഒരിക്കലും വിദേശികൾ അടിമകളാക്കുകയില്ല. ദൈവജനത്തിൻ്റെ ബാബിലോൺ അടിമത്തമാണ് പശ്ചാത്തലം. ദൈവജനത്തിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ദൈവം തരുന്ന വാഗ്ദാനമാണ്, ദാവീദ് രാജാവിനിലൂടെ എല്ലാ അടിമത്തങ്ങളും തകർക്കുകയും എല്ലാ ബന്ധനത്തിൻ്റെ കെട്ടിൽ പൊട്ടിക്കുകയും, അതുമാത്രമല്ല ഇനി ഒരിക്കലും ബാബിലോൺ അടിമത്തത്തിൻ്റെ കീഴിൽ അടിമത്തം അനുഭവിക്കത്തില്ല എന്ന് പറയുന്നു. ഓർക്കുക പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഓർക്കുക, ദാവീദിൻ്റെ രാജ്യത്തിലൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കും. എന്നാൽ ബാഹ്യമായ ഒരു അടിമത്തത്തിൽ മോചനം ഇവിടെ അർത്ഥമാക്കുന്നുവെങ്കിൽ, ഇതിന്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് യേശുവിൻ്റെ, അതായത് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് യഥാർത്ഥ ബന്ധനങ്ങൾ തകർക്കപ്പെടുന്നതെന്ന് അർത്ഥമാക്കിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ആത്മീയമായ ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം ലഭിക്കും. പാപത്തിൽ നിന്നുള്ള പൂർണ്ണ മോചനവും എല്ലാ അടിമത്തത്തിൽ നിന്നും ആസക്തിയിൽ നിന്നും ഒരു മോചനം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വചനം അന്യർത്ഥമാകുന്നു തമ്പുരാനിലൂടെ എങ്കിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിന് താക്കോൽ, ഈ താക്കോൽ കൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാതിൽ ഇതാ തുറക്കപ്പെടുന്നു. ഈ അനുഗ്രഹത്തിൻ്റെ വാതിലൂടെ കടന്നു ചെന്ന് അനുഗ്രഹത്തിൻ്റെ വലിയ വിടുതലിൻ്റെ അനുഭവം കിട്ടുവാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്കിലും ഒരു നിമിഷം ഈ അൾത്താരയിലേക്ക് നമ്മുടെ സർവ്വ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. കർത്താവേ, ഈ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു. സഹനത്തിൽ നിന്ന് മോചനമായും ബന്ധനങ്ങളിൽ നിന്ന് വിടുതലായും ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ വാതിലിലൂടെ അനുഗ്രഹവും വിടുതലും അഭിഷേകവും സ്വീകരിക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കളെയും, ഈ മക്കൾ ആർക്ക് ഇത് പങ്കുവയ്ക്കുന്നോ, ഇത് ധ്യാനിക്കുന്നോ, ഈ വചനം കേൾക്കുന്നോ, ഈ വ്യാഖ്യാനം കേൾക്കുന്നോ, അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമാമതിൻ ദൈവമേ, ഏതെങ്കിലും തരത്തിൽ ബന്ധനങ്ങൾ മാറാതെ ഇന്നും അടിമത്തത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ തന്ന പൗരോഹിത്യ അധികാരത്താൽ ഈ വചന വ്യാഖ്യാനം ശ്രദ്ധിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറട്ടെ. തടസ്സം നിൽക്കുന്നത് എല്ലാ തകർച്ചകളും ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, അന്ന്, അത് ഇന്നാണ്. അവരുടെ കഴുത്തിലെ നുകം തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും, വിദേശികൾ അവരെ അടിമകളാക്കുകയില്ല. 3 കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനേശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.